ത്യാഗത്തിന്റെയും വിശ്വാസത്തിന്റെയും സന്ദേശമുയർത്തി മുസ്ലിം വിശ്വാസ സമൂഹം ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിൽ രാവിലെ പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നു. നമസ്കാരങ്ങൾക്ക് ശേഷം സ്നേഹ സന്ദേശങ്ങൾ കൈമാറി വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷത്തിലേക്ക് കടന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പെരുന്നാൾ നമസ്കാരവും സംഘടിപ്പിച്ചിരുന്നു. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത ചിലയിടങ്ങളിൽ ഈദ്ഗാഹുകൾ ഉണ്ടായിരുന്നില്ല. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം ബലിപ്പെരുന്നാളിലെ പ്രത്യേക അനുഷ്ഠാനമായ ബലികർമ്മം നടത്തപ്പെട്ടു. സംഘടിതമായും ഒറ്റയായും നടത്തപ്പെടുന്ന ബലികർമ്മത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പള്ളികളിലും വീടുകളിലും കേന്ദ്രീകരിച്ച് നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. ഹിജ്റ വർഷ കലണ്ടർ 12ാമത്തെ മാസമായ ദുൽഹജ്ജ് മാസത്തിലെ 10ാം ദിവസമാണ് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. തന്റെ മക്കളും യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മക്കളോട് നടത്തിയ ഉപദേശം, എന്റെ കുഞ്ഞുമക്കളെ, അള്ളാഹു നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു മതമുണ്ട്, ഇസ്ലാം എന്ന മതം. ആ മതം നിങ്ങൾ നിങ്ങൾ ആ ഇസ്ലാമിന്റെ അനുയായികളായിട്ടല്ലാതെ ലോകത്തുനിന്ന് മരിച്ചു പോകാൻ പാടില്ല. ആത്മത്യാഗം ചെയ്ത് താൻ നേടിയ ഈ ഒരു നേതൃസ്ഥാനത്തിന്റെ അവകാശികളായി അള്ളാഹു തന്റെ സന്താന പരമ്പരയെ മുൻപെടുത്താൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഇബ്രാഹിമിന്റെ വേറെ പ്രാർത്ഥനയുണ്ട്. തന്റെ ആദർശത്തിലേക്ക് തന്റെ മക്കളെ ക്ഷണിച്ചതിന് ശേഷം അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഇബ്രാഹിമെ, ഞാൻ നിന്റെ യുദ്ധത്തിന്റെ ഈ സമൂഹത്തിന്റെ നേതാവാക്കാൻ ഞാൻ നിന്നെ ഇമാമാക്കി മാറ്റുകയാണ് എന്ന് പറയുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ആ വിഷയത്തിൽ പഠിച്ചോനെ, ഇത് എനിക്ക് മാത്രമല്ല എന്റെ മക്കൾ കൂടി തന്നെ. ദൈവകൽപ്പന അനുസരിച്ച പ്രിയപുത്രൻ ഇസ്മായിലിനെ ബലിയർപ്പിക്കുവാൻ സന്നദ്ധനായ പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗ സന്നദ്ധതയുടെയും അജഞ്ചല വിശ്വാസത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ് ബലിപ്പെരുന്നാൾ. ഭാഷ, വർഗ, വർണ്ണ വിവേചനമില്ലാതെ രാജ്യങ്ങൾ താണ്ടി പരിശുദ്ധ മക്കയിൽ ഒരുമിച്ച വിശ്വാസികളുടെ ഹജ്ജിന്റെ പരിസമാപ്തി കൂടിയാണ് ബലിപ്പെരുന്നാൾ. ബലിപ്പെരുന്നാൾ ആഘോഷത്തിന് മുന്നോടിയായി ഹാജിമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും വിശ്വാസികൾ ഇന്നലെ അറഫ നോമ്പ് അനുഷ്ഠിച്ചു. തക്ബീർ ധ്വനികൾ കൊണ്ട് പകലന്തിയോളം ഭക്തിസാന്ദ്രമാകുന്ന അന്തരീക്ഷവും അത്തറിന്റെ പരിമളവുമായി പുത്രൻ വസ്ത്രങ്ങളണിഞ്ഞ് പള്ളികളിൽ ഒത്തുചേരലും പെരുന്നാളിന്റെ പ്രത്യേകതയായിരുന്നു. മുണ്ടക്കയം, കൂട്ടിക്കൽ, എരുമേലി, കാഞ്ഞിരപ്പള്ളി, പീരുമേട്, ഏലപ്പാറ തുടങ്ങിയ മേഖലകളിൽ പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പെരുന്നാൾ നമസ്കാരവും സംഘടിപ്പിച്ചിരുന്നു. ഫെസ്റ്റ് ന്യൂസ്, മുണ്ടക്കയം.